അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം 10 കൊല്ലം സേവനം ചെയ്ത ആളാ. അങ്ങനെ ഉള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവാണ് പറയുന്നത്, പടച്ചവനെ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ എന്ന് കടന്നു വന്നാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേർക്ക് ഒരാളെന്ന് സ്വലാത്ത് ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബ് ഒരു സമുദ്രത്തെ പടയ്ക്കുകയാണ്. എങ്ങനെയുള്ള സമുദ്രമെന്നറിയോ? പ്രകാശത്തിനാളുള്ള ഒരു സമുദ്രത്തിന് അല്ലാഹു തആല പടക്കുകയാണ്. പടച്ചവനെ, ആ ഒരു സമുദ്രത്തിലേക്ക് ഏതെങ്കിലും ഒരാൾ സ്വലാത്ത് ചൊല്ലിപ്പോയാൽ ഫഇദാ സല്ലൽ അബ്ദു അലയ്യ ഫീ ശഹ്രി ശഅബാൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഏതെങ്കിലും ഒരു അടിമ ലോകത്തിന്റെ രാജകുമാരന്റെ പേർക്ക് ഒരു സ്വലാത്തൊന്ന് ചൊല്ലിപ്പോയാൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ മലക്കിനെ പടക്കുന്ന കോലം എങ്ങനെയെന്നറിയോ? വറഉസുഹു തഹ്തൽ അർശ്, അതിന്റെ തലഭാഗം അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴ്ഭാഗത്താണ്. വരിജിലാഹു തഹ്തൽ അർളി സാബിആ, അതിന്റെ കാലുകൾ ഭൂമിയിലേക്കൊന്ന് വന്നു കിടക്കുകയാണ്. അതിന്റെ ഒരു ചിറകിന്റെ വീതിയും നീളവും പടച്ചവനെ മശ്രിഖ് വരെയാണ്, ഒരു ചിറകിന്റെ വീതി മഗ്രിബ് വരെയാണ്. അല്ലാ അല്ലാ, ഈ സ്വലാത്ത് ഒരാൾ ചൊല്ലിപ്പോയാൽ, പ്രത്യേകിച്ച് ഈ ശഅബാനിൽ ചൊല്ലിപ്പോയാൽ, അല്ലാഹു ഈ മലക്കിനെ വിളിച്ചിട്ട് പറയും, വയഗമിസ്, പോയിട്ട് മുങ്ങിയിട്ട് വരാൻ പറയും. ഫീ മാഇൽ ഹയാത്തി, മാഇൽ ഹയാത്ത് എന്ന് പറയുന്ന സമുദ്രമുണ്ട്, ആ സമുദ്രത്തിൽ പോയി മുങ്ങി വരാനെന്ന് പറയുമ്പോഴീ മലക്ക് പോയിട്ട് മുങ്ങി വരും. എന്നിട്ടോ അതിന്റെ 2 ചിറവുകൾ കുടയാൻ പറയുമ്പോഴോ പടച്ചവനെ, ആ 2 ചിറവുകളും ഒന്ന് കുടയുകയാണ്. അതിൽ നിന്ന് എത്ര തുള്ളികളാണ് തെറിച്ചു വീഴുന്നത്! എന്റെ തോളിലുള്ള ഷാലെടുത്തിട്ട് ഞാനൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് കുടഞ്ഞാ എണ്ണിയാ തീരാത്തത്രത്തോളം ജലമാണ് ഉണ്ടാവുക, എണ്ണിയാൽ തീരാത്തത്രത്തോളം വെള്ളമാണ് ഉണ്ടാവുക, വെള്ളത്തിന്റെ തുള്ളികളാണ് ഉണ്ടാവുക. എന്നാൽ ഒരു ചിറക് മശ്രിഖ് വരെ, മറ്റേ ചിറക് മഗ്രിബ് വരെ, അങ്ങനെ ഉള്ള ഒരു മലക്ക് അതൊരൊറ്റവട്ടം കുടഞ്ഞാലോ കോടി തുള്ളികളാണല്ലോ. പടച്ച റബ്ബ് ചെയ്യുന്ന പണി എന്തെന്നറിയോ? ഓരോ തുള്ളിയിൽ നിന്നും അല്ലാഹു ഓരോ മലക്കിനെ പടയ്ക്കുകയാ. അപ്പോ കോടിക്കണക്കാന മാലാഖമാരായി ഈ മലക്കുകൾ ചെയ്യുന്ന പണി എന്തെന്നറിയോ? യസ്തഗ്ഫിറു ലഹു ഇലാ യൗമിൽ ഖിയാമ, പടച്ചവനെ, ഖിയാമത്ത് നാൾ വരെ ഈ മനുഷ്യനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിപ്പോയ, വിശിഷ്യ ശഅബാനിൽ സ്വലാത്ത് ചൊല്ലിപ്പോയ ഈ മനുഷ്യനിക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്ന് പറഞ്ഞതാരാ? ഇന്ന് ഷമീർ ദാരിമിയാണ് ഇവിടെന്ന് ചൊല്ലിയതെങ്കിലോ, ഈ ഇരിക്കുന്ന നിങ്ങളാ ചൊല്ലിയതെങ്കിലോ, ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് ഇവിടെ പറഞ്ഞിട്ട് പച്ചമണ്ണാകുന്ന കബറിന്റെ ഉള്ളില് ചെന്ന് പെട്ടുപോയാലും പടച്ചവനെ, فإذا نفخ في الصور أخرى فإذا هم قيام ينظرون, ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിലൂടെ ലോകം അവസാനിക്കുന്ന സമയം വരെ ഈ മനുഷ്യനിക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്ന് ലോകത്തിന്റെ മണവാളനെ, സർവറേ ആലം താജ്ദാറേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി ചൊല്ലിക്കോളി ഇൻഷാ അല്ലാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വെറുതെ പറഞ്ഞല്ല, ഇനി നമുക്ക് ദിവസമില്ല, തുച്ഛമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തുച്ഛമായ ദിവസങ്ങൾ, അതിൻ്റെ ഇടയിൽ എത്രത്തോളം ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം സലാത്തുകൾ നമ്മൾ ചൊല്ലണം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാ, നിങ്ങളുടെ ഈ വരക്കം, നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മഹത്വം നിങ്ങൾക്കറിയില്ല.
ലക്ഷക്കണക്കാന മാലാകമാർ ഈ സദസ്സിനെ വലയം ചെയ്തിട്ട് റബ്ബേ നിന്റെ ദീനിന്റെ സദസ്സിൽ വന്നിരുന്ന ഈ ആളിന്റെ പാവങ്ങൾ നീ മാച്ചു കൊടുക്കണം അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ. അല്ലാഹു ആ ഒരു ദുആയിൽ ഉൾപ്പെടുന്നവരിൽ നമ്മളെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ പടച്ചവനെ. നമുക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. ആദരവായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി കടന്നു വരാൻ മുസ്തഫായ നബി എന്താ നിങ്ങളിങ്ങനെ പറയുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന മോഹം മദീന മഹബൂബിൻ മദീന അനുരാഗം മദീന കനിവേറും മദീന. അതുകൊണ്ട് മുഴങ്ങട്ടെ ലോകത്തിന്റെ രാജകുമാരാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാണ്. ഒന്നുകൊണ്ട് പറയുന്നു റസൂലല്ലാഹ്. ആരാ കടന്നു വരുന്ന സ്വഹാബി എന്നറിയോ? ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവാണ്. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ് റസൂലല്ലാഹ് ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഞങ്ങൾ ഒരുപാട് നിസ്കരിച്ചു നബിയേ, ഞങ്ങൾ ഒരുപാട് നോമ്പ് നോറ്റു നബിയേ, ഞങ്ങൾ ഒരുപാട് സ്വതക്ക ചെയ്തു നബിയേ, ഞങ്ങൾ ഒരുപാട് സക്കാത്ത് കൊടുത്തു നബിയേ, ഒരുപാട് പാവപ്പെട്ടവന്റെ കണ്ണുനീരപ്പാ നമ്മൾ മുന്നോട്ട് കടന്നു പോയി നബിയേ. റസൂലല്ലാഹ് ഇങ്ങനൊക്കെ നല്ലതുപോലെ മരിച്ചു പോയാൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യം എന്തെന്നറിയോ നബിയേ? ഒന്ന് പഠിപ്പിക്കുവോ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബാ, ഇത് നല്ലൊരു ചോദ്യമാണ് സ്വഹാബാ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, മദീനയുടെ ചാരത്തുള്ള മുഴുവൻ സ്വഹാബത്തിനെയും പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്കൊന്ന് കടന്നു വരാൻ പറയൂ. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു കടന്നു പോവുകയാണ്. അവിടെ കടന്നു പോയിട്ട് കാണുന്ന സ്വഹാബത്തിനെ മുഴുവനും വിളിക്കുകയാ. എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബാ, ലോകത്തിന്റെ രാജകുമാരനായ റസൂലുള്ളാഹ് എല്ലാവരെയും മസ്ജിദുൻ നബവിയുടെ ചാരത്ത് അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നുവെന്ന് പറയുമ്പോ പടച്ചവനെ, വിളിച്ചു പോകുന്ന ലോകത്തിന്റെ രാജകുമാരനാണ്. ആവേശത്തോടെ സന്തോഷത്തോടെ പ്രിയമുള്ള സ്വഹാബത്ത് വരി വരിയായിട്ട് കടന്നു വരുന്നു. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു വരികയാണ്. അല്ലാഹുവേ, അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ സെയ്ദ് ഇബ്നു ഹാരിസാനെ വിളിക്കുകയാ. സെയ്ദ് ഇബ്നു ഹാരിസ, കുറച്ചു മുമ്പേ നീ എന്നോടൊരു ചോദ്യം ചോദിച്ചല്ലോ സെയ്ദ് ഇബ്നു ഹാരിസ. ആ സമയത്ത് അവിടുന്ന് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഇത് പറയാൻ വേണ്ടി എഴുന്നേറ്റ് വരുമ്പോഴാണ് ഒരു സ്വഹാബി ഓടി വന്നുകൊണ്ട് മുത്തുനബിയോട് സലാം പറഞ്ഞിട്ട് പറയാ, നബിയേ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സെയ്ദ് ഇബ്നു ഹാരിസ, ഈ ഒരു സ്വഹാബി ആ ഒരു ചോദ്യം ഒന്ന് ചോദിക്കുന്നത് കൊണ്ട്, നിന്റെ ഇടയിൽ കയറി സംസാരിക്കുന്നത് കൊണ്ട് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ സെയ്ദ് ഇബ്നു ഹാരിസ? സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു പറയാ, ഇല്ല നബിയേ, ആ മനുഷ്യൻ ഏത് ചോദ്യമാണോ ചോദിക്കുന്നത് ചോദിച്ചു കൊള്ളട്ടെ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോഴാണ് ആ സ്വഹാബി ഓടി വന്നിട്ട് പറയാ, റസൂലല്ലാഹ്, സ്വല്ലൈതു സലവാത്തൽ ഖംസ് വഅദ്ദൈതു സക്കാ വസുന്ദുറ
റമളാന വഖുംതു ലയാലിയ മമ്മാത അലാ ഹദാ യാ റസൂലല്ലാഹ്. ലോകത്തിന്റെ രാജകുമാരനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ പറയുകയാണ്, പ്രിയപ്പെട്ട റസൂലല്ലാഹ്, സ്വല്ലൈതു സ്വലവാത്തൽ ഖംസ, ഒരു വഖ്തും മുടക്കിയിട്ടില്ല നബിയേ. എന്ന് മുതൽ എപ്പോഴൊക്കെയാണ് നിസ്കരിക്കണമെന്ന് പറഞ്ഞത്, അന്ന് മുതൽ ഒരു സുബഹി മുടക്കിയിട്ടില്ല, ഒരു ളുഹർ മുടക്കിയിട്ടില്ല, ഒരു ഇശാ മുടക്കിയിട്ടില്ല, ഒരു വഖ്ത് പോലും മുടക്കിയിട്ടില്ല. വഅദ്ദൈതു സക്കാ, എന്റെ സ്വത്തിന്റെ സക്കാത്ത് ഞാൻ കൊടുക്കാതെ വിട്ടുപോയിട്ടില്ല, റസൂലേ കഴിഞ്ഞിട്ടില്ല. വസുംതു റമളാന, അല്ലാഹുവേ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ പരിപാവനമായ റമളാനൊന്ന് കടന്നു വന്നു പോയാ റസൂലേ നല്ലതുപോലെ നോമ്പ് നോറ്റ് വീട്ടാറുണ്ട് നബിയേ, അതും കഴിഞ്ഞിട്ടില്ല. വഖുംതു ലയാലിയാ, പടച്ചവന് നോമ്പ് നോറ്റ ക്ഷീണം മാറുന്നതിന് മുമ്പ് പടച്ചവന്റെ പരിപാവനമായ പള്ളിയിലേക്കൊന്ന് കടന്നു പോവുകയാണ്. അവിടെ ചെന്ന് നിന്നിട്ട് തറാവീഹ് നിസ്കരിക്കാറുണ്ട് നബിയേ, തസ്ബീഹ് നിസ്കരിക്കാറുണ്ട് നബിയേ. അതുപോലെ എന്നെ കൊണ്ട് കഴിയും പോലൊക്കെ ഞാൻ ചെയ്യാറുണ്ട് നബിയേ. മമ്മാ തഅലാ ഹദാ യാ റസൂലല്ലാഹ്, നബിയേ ദുനിയാവിന്റെ പുറത്തുനിന്ന് നിസ്കരിച്ചുകൊണ്ട് നോമ്പെടുത്തുകൊണ്ട് സദഖ ചെയ്തുകൊണ്ട് സക്കാത്ത് കൊടുത്തുകൊണ്ട് ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് ഇവിടെ പറഞ്ഞാൽ എന്റെ വാസസ്ഥലം എവിടെയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയാ, അബൂബക്കർ കടന്നുപോയ, ഉമർ കടന്നുപോയ, ഉസ്മാൻ കടന്നുപോയ, തൽഹത്ത് കടന്നുപോയ, ജാബർ കടന്നുപോയ, സയ്യിദ് കടന്നുപോയ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലാ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള നിർത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, മോനെ നിനക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്നു, നിനക്ക് വേണ്ടി പെടാ പാടുപെട്ട അല്ലാഹുവേ, അല്ലാഹുവേ ഒരു പനിയാണെങ്കിൽ പോലും തലവേദനയാണെങ്കിൽ പോലും പടച്ചവനെ അവിടെ നിന്ന് ജോലിക്ക് പോകാതിരിക്കൂല, എന്റെ മക്കള് പട്ടിണിയാകുമല്ല അല്ലാ. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ജോലിക്ക് പോകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പ, ആ പ്രിയപ്പെട്ട ബാപ്പാനെ വെറുപ്പിക്കുന്ന മകനാണോ? ആ ബാപ്പയുടെ മുഖത്തേക്ക് വെറുപ്പിന്റെ നോട്ടം നോക്കിയ മകനാണോ? ആ ബാപ്പയോട് പുച്ഛമായ വർത്തമാനം പറഞ്ഞ മകനാണോ? അതേപോലെ നിന്റെ ഉമ്മയോട് വൃത്തികേട് പറഞ്ഞ മകനാണോ? അതുമാത്രവുമല്ല, വലാ യഹുദ്ദുന്നളറ അലൈഹിമാ, അവരുടെ മുഖത്തേക്ക് വെറുപ്പിന്റെ ഒരു നോട്ടം പോലും നോക്കല്ല എന്ന് പറഞ്ഞിട്ട് നീ അങ്ങനെ ചെയ്തവനാണെങ്കിൽ വല്ലാഹി വല്ലാഹ് ഇത്രയും കാലം നിസ്കരിച്ച നിസ്കാരം പടച്ചവനിക്ക് വേണ്ട, ഇന്നലെ വരെ ഓതിയ ഖുർആൻ പടച്ചവനിക്ക് വേണ്ട, ഇന്നലെ വരെ ചെയ്ത സ്വതക്ക പടച്ചവനിക്ക് വേണ്ട, കഴിഞ്ഞ കൊല്ലം വരെ കൊടുത്തു വീട്ടിയ സക്കാത്ത് പടച്ചവനിക്ക് വേണ്ട. ഒരു കൊല്ലത്തിന്റെ കഥയല്ല, ഒരു മാസത്തിന്റെ കഥയല്ല, ഒരു മിനിറ്റിന്റെ കഥയല്ല, ഒരു സെക്കൻഡ് കൊണ്ട് മുഴുവനും നഷ്ടമായി പോവുകയാണ്. ഹജ്ജുകൾ ചെയ്തവരെ, ഉംറകൾ ചെയ്തവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു പടച്ചവനെ, ലക്ഷങ്ങൾ മുടക്കിയിട്ട് പടച്ചവന്റെ കഅബാലയത്തിന്റെ മുമ്പിൽ പോയി ഹജ്ജ് ചെയ്തിട്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, പൊട്ടിക്കരഞ്ഞ പെങ്ങളെ, പൊട്ടിക്കരഞ്ഞ ചെറുപ്പക്കാരാ, പടച്ചവനെ 50, 60, 65 കൊടുത്തിട്ട് പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ പോയവരെ, അല്ലാഹുവേ ഉംറ കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞിട്ട് നാട്ടിലേക്കൊന്ന് മടങ്ങി വന്നിട്ട് വീട്ടിന്റെ മുറ്റത്ത് വയസ്സായിരിക്കുന്ന ബാപ്പ എന്തോ ഒന്ന് ചോദിച്ചു പോയപ്പോ ആ ബാപ്പയുടെ മുഖത്തേക്ക് വെറുപ്പിന്റെ നോട്ടം നോക്കിയ മക്കളുണ്ടോ?
അല്ലാഹുവേ നിങ്ങളുടെ ഉംറ അല്ലാഹുവിന് വേണ്ട, നിങ്ങളുടെ ഹജ്ജ് അല്ലാഹുവിന് വേണ്ട, നിങ്ങളുടെ സക്കാത്ത് അല്ലാഹുവിന് വേണ്ട, നിങ്ങൾ ചെയ്ത ഒരു അമലുകളും അല്ലാഹുവിന് വേണ്ട എന്നിവിടന്ന് പറഞ്ഞു പോകുമ്പോ ഇനി ഈ ബാപ്പയെ ഈ ഉമ്മയെ വെറുപ്പിച്ചിട്ട് ഹജ്ജിന് ഉംറക്കും പോയാലോ പടച്ചവനെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് ഹബീബിന്റെ മുമ്പിൽ പോയി സലാം പറഞ്ഞാലോ മോനെ ബാപ്പയെ വെറുപ്പിച്ചവനാണോ, ആ ബാപ്പയെ കളിയാക്കിയവനാണോ, ആ ബാപ്പയെ കുറ്റപ്പെടുത്തിയവനാണോ, ആ ബാപ്പ പറയുന്ന വാക്കിനെ കേൾക്കാത്തവനാണോ? സുബ്ഹാനല്ലാഹ്, റസൂലുള്ള പറയാ ബാപ്പയും ഉമ്മയും പറഞ്ഞത് കേൾക്കാത്തവനാണെങ്കിൽ പടച്ചവനെ അനബരി, ഞാൻ അവനെ ഒഴിവാക്കി എന്ന് പഠിപ്പിച്ചത് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാരാ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഈ വിഷയം ഇന്നലെ പറയണം. എന്തിനെന്നറിയോ? ഈ വിഷയം ഇന്നലെ പറയേണ്ടത് കാരണം നമ്മൾ ചെയ്യുന്ന ഏതൊരു അമലും അള്ളാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമുണ്ടാകണം, ഇല്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കില്ല. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാൻ ഇത് പറയുമ്പോൾ ബാപ്പ എന്ന തണൽ മരം എന്നുള്ള വിഷയമാണ്. അപ്പോൾ ബാപ്പായും പെടുത്താം ഉമ്മയും പെടുത്താം, രണ്ടുപേരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാ പോവാ. അങ്ങനെ പോയാൽ പോരെ? അതല്ലേ നല്ലത്? അതല്ലേ എന്തെങ്കിലും ഉണ്ടാത്ത അതല്ലേ നല്ലത്? ഇൻഷാ അല്ലാഹ് അള്ളാഹു നല്ല സന്തോഷവും സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. ഈ ഉമ്മയും ബാപ്പയും തന്ന സ്നേഹത്തിന് പകരം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ വല്ലതുണ്ടോ? ഇല്ല. ബാപ്പാക്ക് എത്ര സുഖമില്ലെങ്കിലും ബാപ്പ നമ്മളെ വാരിയെടുക്കും, ബാപ്പ നമുക്ക് മുത്തം തരും. അല്ല, മക്കളുള്ളവർക്കൊക്കെ അറിയാം ബാപ്പാന്റെ അവസ്ഥ. മക്കൾക്ക് ചെറുതായൊന്ന് പനി വന്നാൽ ഈ ബാപ്പ വിളിക്കും, ഭാര്യയെ വിളിച്ചിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് ഇപ്പൊ കുട്ടിക്ക്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ പലരും വിട പറഞ്ഞ് പച്ച മണ്ണിലാണ്. റബ്ബ് അവരുടെ ഖബറിടങ്ങൾ സ്വർഗമാക്കി കൊടുക്കട്ടെ. നിങ്ങൾ നന്നായിട്ട് കേൾക്കണം, ഇല്ലെങ്കിൽ അവസാനം നിങ്ങൾ പറയും ആ ചങ്ങാതി എന്തൊക്കെ പറഞ്ഞിട്ട് ഓനോ എൻ്റെ വഴിക്ക് പോയി, സംഘാടകർ അവന് വല്ല എന്തൊക്കെ കൊടുത്ത് അവനെ പറഞ്ഞിട്ട് എന്ത് മനുഷ്യനെ അങ്ങനെ പറയരുത്. അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം തരട്ടെ. ഞാൻ എപ്പോഴും വാള് പറയാൻ വരുമ്പോഴും ഞാൻ ചില സദസ്സുകളിലെ ഞാൻ ഇങ്ങനെ എടുത്തു പറയാറുണ്ട്. ഇവിടെ എനിക്ക് അടുത്തെല്ലാം പറഞ്ഞോന്ന് എനിക്കറിയില്ല, എന്നാലും നിങ്ങൾ എന്താക്കുക, ക്ഷമിച്ചേക്കാം. എന്തെങ്കിലുമൊക്കെ വാക്ക് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഈ ചങ്ങായി എന്നെ പറ്റി തന്നെ പറഞ്ഞു എന്ന് ചിന്തിക്കരുത്. ഏതുപോലെ ഞാൻ ഇവിടെ എപ്പോഴും പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് വാതിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു അള്ളാന്റെ ഹബീബിന്റെ പേര് വെക്കുമ്പോൾ സലാത്തിൽ എന്നൊരു ജീവിയുണ്ട്, അതിന്റെ വെള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇല്ലേ? എന്തെങ്കിലും ഉണ്ട് പറഞ്ഞിട്ടുണ്ടാ? ഇല്ലല്ലേ? ഞാൻ പറഞ്ഞു നബിതങ്ങളുടെ പേര് വെക്കുമ്പോൾ സലാത്തിൽ എന്നൊരു ജീവിയുണ്ട്, അതിന്റെ പേര് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതുപോലെ സംഘാടകരൊക്കെ ബാക്കിലുണ്ട്, ഉസ്താദുമാർ ബാക്കിലുണ്ട്. ഇവരൊക്കെ ചിരിയാൻ പിടുത്തം വിട്ട ചിരി. എനിക്കറിയില്ല സാധനം എന്താന്ന്. ഞാൻ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ സദസ്സിൽ ഒരുപാട് ഉസ്താദ്മാരൊക്കെ ഉണ്ട്. ഇതുപോലെ എല്ലാവരും നല്ല ചിരി, ഉമ്മമാരൊക്കെ ചിരി 5 കിലോമീറ്ററിന് ഇപ്പുറത്ത് കേൾക്കാം. ഞാൻ ഒന്നും കൂടെ പറഞ്ഞു നോക്കി വെള്ളിമൂങ്ങ എന്ന്. സുബ്ഹാനല്ലാഹ്, നിർത്തണില്ല ആൾക്കാർ, പിടുത്തം വിട്ട ചിരി. ഞാൻ പതുക്കെ മൈക്ക് ഓഫ് ആക്കിയിട്ട് പള്ളിയിലെ ഉസ്താദ് ബാക്കിയുണ്ട് ചോദിച്ചു, ഉസ്താദ് ഇവിടെ വെള്ളിമൂങ്ങ എന്ന് വെച്ചാൽ ചീത്തല്ലാണോ? അപ്പോൾ ഉസ്താദ് വെച്ചു മൈക്ക് ഓഫ് ആക്കിയത്. ഞാൻ മൈക്ക് ഓഫ് ആക്കി എന്ന് പറഞ്ഞു. ഇനി നിങ്ങളെ പേര് ഇവിടെ പറയല്ലേ? എന്താ കാരണം? അത് ഇവിടെ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹല്ല് പ്രസിഡന്റിന് ആൾക്കാർ വിളിക്കണ പേരാ വെള്ളിമൂങ്ങ, വിളിക്കാൻ പറ്റൂല എന്ന്. സുബ്ഹാനല്ലാഹ്. ഈ ഉസ്താദ് ഇവിടെ ഉണ്ട്, സ്റ്റേജിലുണ്ട്. ഇതിപ്പോ എനിക്കറിയോ? ഇതുപോലെ എന്തെങ്കിലും വന്ന് എൻ്റെ പൊന്നാര വാപ്പാരെ ദയവ് ചെയ്തിട്ട് മാപ്പാക്കണം. അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം തരട്ടെ, അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ. അല്ലെ, ഉമ്മയും ബാപ്പയും തന്ന സ്നേഹത്തിന് പകരം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാൻ. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്നത് പരിശുദ്ധമാണ് റമളാനാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന് വേണ്ടി കാതോർത്തിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഉമ്മയെന്ന് പറഞ്ഞാൽ ആ ഉമ്മ നല്ലതുപോലെ ചോറ് വെച്ച് തരും. ആ ഉമ്മ വെച്ച് വരുന്ന ചോറ് സുന്ദരമായിട്ട് വാരിക്കഴിച്ചിട്ട് ഇനി എത്ര സ്നേഹമില്ലാത്തൊരു മകനാണെങ്കിലും ഉമ്മാന്റെ കവിൾ തടത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് കടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, വീട്ടിന്റെ മുമ്പിൽ അവിടെ നിന്ന് ക്ഷീണിച്ചവശനായി അവിടെ നിന്ന് രോഗിയായ ഒരു തോറത്തുമുണ്ടും തോളത്തിട്ട് ശരീരമാസകലം മഴുക്കും പിടിച്ചിരിക്കും
ജീവിക്കുന്ന ബാപ്പ, ആ ബാപ്പയോട് ബാപ്പ എപ്പ വന്നെന്ന് ചോദിക്കാൻ പോലും മടി കാണിക്കുന്ന മക്കളുടെ കാലഘട്ടമാണ്. ഉമ്മ ഉണ്ടാക്കി തരുന്ന ചോറിന് നല്ല രുചിയുണ്ടല്ലോ, കറിക്ക് നല്ല രുചിയുണ്ടല്ലോ, ഇതെവിടെന്ന് വന്നു മോനെ? പടച്ചവനെ, പള്ളികളുടെ മിനാരങ്ങളിലൂടെ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്നുള്ള ബാങ്കിന്റെ ധ്വനിയൊന്ന് മുഴങ്ങിക്കേട്ട പ്രിയപ്പെട്ട ബാപ്പാക്ക് രോഗമാകട്ടെ, ബാപ്പാക്ക് തലവേദനയാകട്ടെ, ബാപ്പാന്റെ കാല് വേദനിക്കട്ടെ, ബാപ്പയുടെ കൈവേദനിക്കട്ടെ, അല്ലാഹുവേ പാപപ്പെട്ട ബാപ്പ ചാടി എഴുന്നേക്കുകയാണ്. എഴുന്നേക്കുമ്പോ മുട്ടുമടങ്ങുന്നില്ല. എന്നാലും അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ചെറിയൊരു പിച്ചാത്തി എടുക്കുന്നു, ഒരു തോറത്ത് മുണ്ടെടുക്കുന്നു, പടച്ചവന്റെ പള്ളിയിലേക്കൊന്ന് ഓടിപ്പോയി നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചുകൊണ്ട് പിന്നെ പോകുന്നത് എവിടെ? ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ട്, കടയിൽ കയറി ഒരു ചായ കുടിച്ചിട്ട് പടച്ചവനെ കാപ്പി പോലും കുടിക്കാൻ നിൽക്കുന്നില്ല. ഓരോരുത്തരെ വലിയ വലിയ മുതലാളികളുടെ വീട്ടിലേക്കൊന്ന് കടന്നു ചെന്നിട്ട് അവര് പറയുന്നത് മുഴുവനും കേട്ടു, അവരുടെ ആട്ടും തുപ്പും കേട്ടു, അവരുടെ ചീത്ത വിളി കേട്ടിട്ട് അല്ലാഹുവേ ജോലി ചെയ്യുന്നത് ആരെന്നറിയോ? പ്രിയപ്പെട്ട ബാപ്പയാ. അവിടെ ആളുകൾ ചീത്ത വിളിക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ കടന്നു വരുന്ന ഒരേ ഒരു ചിന്ത, അല്ലാഹുവേ അവൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ പോവുകയാണ്. കാരണം എന്റെ പ്രിയപ്പെട്ട പുന്നാര മക്കൾക്ക് വേണ്ടിയാണല്ലോ. 6 വയസ്സുള്ള 3 വയസ്സുള്ള 4 വയസ്സുള്ള മക്കൾക്ക് വേണ്ടിയാണല്ലോ. ആ മക്കൾ വളർന്നു വന്ന എന്നെ നോക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാ ബാപ്പ പൊന്നു മക്കളെ വളർത്തുന്നത്. എന്നാൽ പടച്ചവനെ, ഇവിടെ ഇരിക്കുന്ന പല ബാപ്പമാർക്കും മക്കളെ പറ്റി 100 അഭിപ്രായങ്ങൾ ഒറ്റയ്ക്കൊന്ന് ഞാൻ വിളിച്ചു ചോദിച്ചാൽ പറയാൻ കാണുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാർ മനസ്സിലാക്കണം, ബാപ്പ ജോലി ചെയ്യുകയാണ് ഉച്ചവരെ. അതാ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ വിദേശത്തേക്കൊന്ന് കടന്നു പോകുന്ന ബാപ്പ, പടച്ചവനെ തൊട്ടിലിൽ കിടക്കുന്ന പാപപ്പെട്ട പൊന്നുമോളെ, പൊന്നുമോന്റെ പൂമുഖത്തേക്ക് നോക്കുകയാണ്. 6 മണിക്ക് അവിടെ നിന്ന് ഫ്ലൈറ്റ് ആണ്, അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്ന 4 മണിക്ക്. ആ സമയത്ത് തൊട്ടിലിൽ കിടക്കുന്ന പൊന്നുമോളെ വന്നിട്ട് ആ മുഖത്തേക്ക് നോക്കി. പൊന്നുമോൾ അറിയാതെ, പൊന്നുമോൻ അറിയാതെ പടച്ചവനെ മുത്തം കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഈ പൊന്നുമോളെ കളി കണ്ടിട്ട് മതിയായിട്ടല്ല, ഈ പൊന്നുമോളെ ചിരി കണ്ടിട്ട് മതിയായിട്ടല്ല, ഈ പൊന്നുമോനെ വാരിയെടുത്തിട്ട് മതിയായിട്ടല്ല, പിന്നെയോ അവരെ വളർത്തണമല്ല അല്ലാ, അവരെ വളർത്തണമല്ല അല്ലാ എന്ന് പറഞ്ഞിട്ട് വിദേശ മണ്ണിലേക്കൊന്ന് കടന്നു പോയാലോ അറബി പറയുന്നതെല്ലാം കേൾക്കുകയാണ്. അറബി അടിച്ചാൽ ആ അടിയും കൊള്ളുന്നു. എന്തിനാ പൊന്നുമക്കളെ ഇത് പറയുന്ന എന്റെ പ്രിയമുള്ള യുവാക്കളോടാ ഞാൻ പറയുന്നത്, എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരോടാ പറയുന്നത്. മോനെ, ഇന്ന് നമുക്ക് സ്വന്തമായി നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയും, നമുക്ക് അധ്വാനിക്കാനുള്ള ശേഷി നമുക്കൊന്ന് കടന്നു വന്നിരിക്കുകയാണ്. എന്നാലും ഞാൻ പറയട്ടെ, അതുവരെ നമ്മൾ നോക്കിയ നമ്മുടെ ബാപ്പ നമ്മള് കാരണത്താൽ കരയാൻ പാടില്ല മോനെ, നമ്മളെ കാരണത്താൽ വേദനിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഇവിടെ ഒരുപാട് സഹോദരങ്ങൾ പടച്ചവനെ കടലിന്റെ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് സമുദ്രത്തിലേക്ക് മത്സ്യബന്ധനത്തിന് പോയി ജീവിക്കുന്നവരുണ്ട്. എന്തിനാ പൊന്നുമോള്, എന്തിനാണ് പൊന്നുമോന് ബാപ്പ എങ്ങനെ കടന്നു പോകുന്നതെന്നറിയോ? പടച്ചവനെ, പൊന്നുമക്കൾ കരി വേടിക്കണ്ടേ ഉസ്താദേ, മകളെ കെട്ടിക്കാറായില്ലേ ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട ബാപ്പ സമുദ്രത്തിന്റെ തിരമാലകളെ കീറി മുറിച്ച് കിലോമീറ്ററുകളോളം കടന്നു പോയിട്ട് മത്സ്യബന്ധനം നടത്തി കൊണ്ടുതരുന്ന ആ തുച്ഛമായ വരുമാനം അത് വേടിച്ചുകൊണ്ട് കഴിച്ചു പോയ മക്കളെ, പടച്ചവനെ വാഹനമോടിച്ചു കൊണ്ടുവരുന്ന കാശ് വേടിച്ച് കഴിച്ചു പോയ മക്കളെ, പടച്ചവനെ ഇന്നത്തെ ഈ പാതിരാത്രിയില് ആ പാവപ്പെട്ട ബാപ്പാന്റെ കാൽക്കല് വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ചോട്. ബാപ്പ നിന്റെ സ്കൂളിൽ വന്നാ നിനക്ക് നാണക്കേടാട്, ബാപ്പ നിന്റെ സ്കൂളിൽ വന്നാ നിനക്ക് നാണക്കേടാ മോനെ. നിന്റെ ബാപ്പ അധ്വാനിക്കുന്ന കാശെടുത്ത് കഴിക്കാൻ നിനക്ക് നാണക്കേടില്ല മോളെ. ബാപ്പയപ്പ
പറഞ്ഞിവിടല്ല ഉമ്മ, എന്തു കോലമാണുമ്മ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ വരണമെന്ന് പറയുന്ന മക്കളുടെ കാലഘട്ടമാണല്ലോ. പടച്ചവനേ, ആ ബാപ്പയാ മോളെ നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടത് ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ ഇവിടെ. എന്റെ പൊന്നു പെങ്ങന്മാരോട് പറയാ, ഈ ബാപ്പാന്റെ കണ്ണുകളിൽ നിന്ന് നമ്മൾ കാരണം ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴ്ത്താൻ പാടില്ല. കാരണം ഉമ്മാന്റെ ബാപ്പാന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്തിയാൽ പടച്ചവനെ അത് നരകത്തിന്റെ തീയാ, നരകത്തിന്റെ എണ്ണയാ പെങ്ങളെ. 16 കൊല്ലം 17 കൊല്ലം 18 കൊല്ലം അല്ലാഹുവേ പൊന്നുമോള് വളർന്നു വരികയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട പൊന്നുമോളെ വളർത്തുകയാണ്. പുന്നാര മോളോട് എന്നും പറയും, മോളെ എന്ത് വേണമെങ്കിലും ബാപ്പിച്ചാനോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ബാപ്പ പറയുമ്പോ മോള് എന്ത് വേണമെന്ന് പറഞ്ഞാലും അതൊക്കെ മേടിച്ചു തന്ന ആ പ്രിയപ്പെട്ട ബാപ്പമാരാണ് ഇന്നത്തെ ഈ സദസ്സിലിരിക്കുന്നത്. പക്ഷേ 18 വയസ്സ് കഴിയുമ്പോ 16 വയസ്സ് കഴിയുമ്പോ സ്കൂളിലും കോളേജുകളിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചവന് എത്രയോ പാവപ്പെട്ട പുന്നാര മക്കളുടെ കഥകളുണ്ട്. മനസ്സിനെ കീറി മുറിക്കുന്ന, മനസ്സിനെ വേദനിപ്പിക്കുന്ന, മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന കഥകള് എപ്പോഴോ കേവലം ഒരു വാട്സപ്പിലൂടെ പരിചയപ്പെട്ട, ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഏതോ ഒരു ചെറുപ്പക്കാരനുമായിട്ട് അവിടുന്ന് ഫോൺ നമ്പർ കൈമാറിയിട്ട് പടച്ചവനെ ബാപ്പ അറിയാതെ ഉമ്മ അറിയാതെ ചാറ്റ് ചെയ്തു. പ്രൈവസി റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് ചാറ്റ് ചെയ്യുകയാ. ബാപ്പ അറിയുന്നില്ലല്ലോ. പൊന്നുമോളെ, ആ സമയത്തും നിന്റെ ബാപ്പാന്റെ മനസ്സിലുള്ള ചിന്ത എന്തെന്നറിയോ? അല്ലാഹുവേ 18 വയസ്സ് പ്രായമാവുകയാണല്ലോ, അവളെ ഒന്ന് കെട്ടിച്ചയക്കണമല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ബാപ്പ അവിടെ നിന്ന് വേദനയോടെ കാത്തിരിക്കുമ്പോഴും ഇവിടെ നമ്മൾ ചാറ്റ് ചെയ്യുകയാണ്. എന്നിട്ടപ്പോഴോ എവിടെന്നോ കണ്ടുമുട്ടിയ ഒരു ദിവസത്തിന്റെ പരിചയത്തിന്റെ പേർക്ക് അവന്റെ കയ്യും പിടിച്ചുകൊണ്ട് കടന്നുപോയ എത്രയോ പാവപ്പെട്ട പെൺകുട്ടികള്. ഈ തൊട്ടടുത്ത് തന്നെ നമ്മൾ വായിച്ചല്ലോ, സ്കൂളിലെ മുഴുവൻ ടീച്ചർമാർക്കും വിശ്വാസമുള്ള മോള്, 5 വക്തും നിസ്കരിക്കുന്ന മോള്, അവിടെ കടന്നു വന്നാൽ പെൺകുട്ടികൾക്ക് ഇമാമത്ത് നിൽക്കുന്ന മോള്. പടച്ചവനോ, ഏതോ ഒരുത്തന്റെ കൈപിടിച്ചുകൊണ്ട് കടന്നു പോകുന്നെന്നറിയുമ്പോ എന്റെ ബാപ്പമാരെ, എന്റെ ഉമ്മമാരെ, നമ്മളെ മക്കളെ പോലും വിശ്വസിക്കാ പറ്റാത്ത കാലഘട്ടമായിട്ട് മാറിയിരിക്കുകയാണ്. നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്. ഇത് പറയുമ്പോ ഒരുപക്ഷെ എന്നോട് വെറുപ്പ് തോന്നുന്ന പെങ്ങന്മാരുണ്ടാകാം. മോളെ, ഈ ഒരു വെറുപ്പ് നിനക്കൊരു സന്തോഷമായിട്ട് മാറണം. പടച്ചവനെ, ഒരിക്കലും എന്റെ ബാപ്പാന്റെ കണ്ണു നിറയിപ്പിക്കൂല ഞാൻ, എന്റെ ഉമ്മാന്റെ കണ്ണു നിറയിപ്പിക്കൂല ഞാൻ. പടച്ചവനെ, വല്ലാത്ത നൊമ്പരമാണല്ലോ. അതുകൊണ്ട് വേണ്ട, ഇന്നിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ നീയത്ത് ചെയ്യണം. എന്റെ പാവപ്പെട്ട ബാപ്പ കൂലിപ്പണിക്കാരനാണല്ലോ റബ്ബേ, കൂലിപ്പണിക്കാരനാണല്ലോ, വാഹനം ഓടിക്കുന്നവനാണല്ലോ, സമുദ്രത്തിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരാണല്ലോ. അവര് കൊണ്ടുതരുന്ന 100 രൂപ ഞാൻ എന്റെ മൊബൈലിലേക്ക് ചാർജ് ചെയ്തിട്ട് അതുകൊണ്ട് എന്റെ ബാപ്പാനെ വഞ്ചിക്കണോ അല്ലാ? അതുകൊണ്ട് എന്റെ ബാപ്പാന്റെ വിയർപ്പിന്റെ തുള്ളികളെ വലിച്ചു കീറണോ അല്ലാ? ഓർക്കണം പൊന്നുമോളെ, ഒരു കുട്ടിയും അങ്ങനെ ആകരുത്. അവസാനം ആ ബാപ്പ കരയുമ്പോ കണ്ണുകളിലൂടെ വീടുന്ന കണ്ണുനീരിന്റെ തുള്ളികൾ ഒരൊറ്റ തുള്ളിയെങ്കാണം നിനക്കെതിരെ വീണ 2 ലോകത്തും നിനക്ക് വിജയിക്കാൻ കഴിയുകയില്ല. ബഹുമാനപ്പെട്ട ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പില് അതാ ഒരു പുന്നാര ബാപ്പ കടന്നു വരികയാണ്. വന്നിട്ട് പറയുന്നു, തങ്ങളെ, എന്റെ മനസ്സു വേദനിക്കുകയാ, എന്റെ മനസ്സു നൊമ്പരപ്പെടുകയോ. എന്തേ കാരണമെന്നറിയോ? എന്റെ ജോലി എന്തെന്നറിയോ? ഈത്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിട്ട് വൃത്തിയാക്കുന്ന ജോലിയാണ്, അതിന് വെള്ളമടിക്കുന്ന ജോലിയാ. കൈകൊണ്ട് കോരിയെടുത്തിട്ട് അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്നൊഴിക്കുന്ന ജോലിയാ. സുബ്ഹാനല്ലാഹ്,
ഇന്നെനിക്ക് വേദനയാണ്. 16 കൊല്ലം വരെ 17 കൊല്ലം വരെ പടച്ച റബ്ബനിക്ക് തന്നുപോയ പൊന്നുമോളെ പൊന്നെപ്പോലെ പോറ്റി വളർത്തിയതാണ്. ഇന്നവളെ ഉസാമ, ഇന്നവളെ കാണുന്നില്ല ഉസാമ എന്ന് പറഞ്ഞിട്ട് നിറകണ്ണുകളോടെ കരയുമ്പോ ഉസാമ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്നു, പ്രിയപ്പെട്ടവനെ പേടിക്കണ്ട, നിങ്ങളുടെ ഈ ഒരു തുള്ളി കണ്ണുനീരിന് പകരം അല്ലാഹു നിങ്ങൾക്ക് സ്വർഗമായി തരുമെന്ന് അവിടെന്ന് പറയുമ്പോ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്ന് കടന്നു പോവുകയാണ്. 1 മാസം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞപ്പോ ഒരു പെൺകുട്ടി ഓടി വരികയാണ് ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ. വന്നിട്ട് പറഞ്ഞു, ഉസാമ തങ്ങളെ, എനിക്കെന്റെ ബാപ്പാനെ ഒന്ന് തിരിച്ചു കിട്ടുവോ?